വർഷം 2018. ലോകമെങ്ങും ലോകകപ്പിന്റെ ആവേശം. ഞാനും എന്റെ ടീമുമായിട്ട് മുന്നോട്ട് വന്നു. എന്റെ ടീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രൊയേഷ്യയാണ്. ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ക്രൊയേഷ്യയെ കുറിച്ചിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഇട്ടു, ഒരുപാട് ഗ്രൂപ്പുകളിൽ, സ്പോർട്സ് ഗ്രൂപ്പുകളിൽ പോസ്റ്റുകൾ ഇട്ടു. പലയിടത്തും പറഞ്ഞു ഇപ്രാവശ്യം ക്രൊയേഷ്യ കപ്പ് നേടും. എല്ലാവരും എന്നെ കളിയാക്കുന്നു. കളിയാക്കൽ എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ കളിയാക്കൽ. പലരും അർജന്റീന കപ്പ് നേടും, ബ്രസീൽ കപ്പ് നേടും, പോർച്ചുഗൽ കപ്പ് നേടും എന്നുള്ള സംസാരങ്ങളായിരുന്നു. എന്തിനേറെ പറയും, നമ്മുടെ ഫാൽക്കണിൽ പോലും എനിക്ക് കളിയാക്കലുണ്ട്. നമ്മുടെ അനന്തു ഗോപൻ, നമ്മുടെ വീഡിയോയിലൊക്കെ വരുന്ന പയ്യനാ. അനന്തു ഗോപൻ അർജന്റീന ഫാനാണ്. അവൻ പറഞ്ഞു, അണ്ണാ ക്രൊയേഷ്യ ഇപ്രാവശ്യം കപ്പ് നേടുകയാണെങ്കിൽ കടയ്ക്ക ബസ് സ്റ്റാൻഡിലൂടെ 7 റൗണ്ട് അവൻ മുണ്ടില്ലാതെ ഓടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ, അനന്തു 7 റൗണ്ട് നീ മുണ്ടില്ലാതെ ഒന്നും ഓടണ്ട, ക്രൊയേഷ്യയുടെ ജേഴ്സി ഇട്ടുകൊണ്ട് 7 റൗണ്ട് ഓടിയാൽ മതി. അപ്പോ അനന്തു അത് സമ്മതിച്ചു. അങ്ങനെ അർജന്റീനയും ക്രൊയേഷ്യയുമായിട്ട് ആദ്യ റൗണ്ടിൽ കളി. 3-0 ക്രൊയേഷ്യ അർജന്റീനയെ പൊട്ടിച്ചു. അതിനുശേഷം ആ ലോകകപ്പ് കഴിയുന്നത് വരെ അനന്തു ഗോപനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടുകളിലേക്ക് ക്വാളിഫൈ ചെയ്തു. അപ്പോഴും പലരും പറഞ്ഞു ക്രൊയേഷ്യ എങ്ങും ചെയ്തില്ല, ഒന്നും വെച്ച് എത്തത്തില്ല എന്നൊക്കെ. വീണ്ടും റൗണ്ടുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി സെമിയിലെത്തി. ഇതിനിടയിൽ എന്റെ കൂട്ടുകാരൻ ലിബിൻ ഉണ്ടായിരുന്നു. ലിബിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ അനന്തുവിനെ വിളിച്ച് പറഞ്ഞു, എടാ മോനെ, ക്രൊയേഷ്യ കപ്പ് നേടുകയാണെങ്കിൽ അവനും കൂടെ, അനന്തുവിന്റെ കൂടെ ബസ് സ്റ്റാൻഡിലൂടെ ഓടാമെന്ന്. അങ്ങനെ ഇംഗ്ലണ്ടുമായിട്ടുള്ള സെമിയും നമ്മൾ ജയിച്ചു. ഞങ്ങൾ ഫൈനലിലെത്തി. ഫൈനലിലെത്തിയപ്പോഴത്തേക്ക് ലിബിന്റെ കോള്, എടാ വേണമെങ്കിൽ ഞാൻ ക്രൊയേഷ്യ ആവാം, ഞങ്ങളുടെ സപ്പോർട്ട് ക്രൊയേഷ്യക്കാണ്, ഫ്രാൻസ് കപ്പ് എടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള ഒരു മാറ്റം. നിർഭാഗ്യവശാൽ ഫൈനലിൽ നമ്മൾ തോറ്റുപോയി. എങ്കിലും 2018 നമ്മൾ ഫൈനൽ വരെ എത്തി, 2ാം സ്ഥാനം നേടി. അത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. വീണ്ടും 4 വർഷം കഴിഞ്ഞു. 2022 ഖത്തർ ലോകകപ്പ്. ഇപ്രാവശ്യവും ആരും ക്രൊയേഷ്യയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്നാലും പഴയ പോലെ കളിയാക്കലുകൾ ഇല്ല കേട്ടോ. കഴിഞ്ഞ തവണ ഭാഗ്യം കൊണ്ട് 2ാം സ്ഥാനം കിട്ടി എന്നുള്ളതാണ് ചില ആൾക്കാരുടെ വാദം. ഇപ്രാവശ്യവും ഫേവറേറ്റുകൾ അർജന്റീനയും ജർമ്മനിയും ബ്രസീലും ഒക്കെ തന്നെ. പക്ഷേ ഇപ്രാവശ്യത്തെ പ്രത്യേകത, ക്രൊയേഷ്യയെ കളിയാക്കലുകൾ കുറവാണ്. എങ്കിലും പലർക്കും പ്രതീക്ഷയില്ല. ആദ്യ റൗണ്ടൊക്കെ കടക്കുമെന്ന് മാത്രമേ അവർ കരുതുന്നുള്ളൂ. അങ്ങനെ വീണ്ടും ഇപ്രാവശ്യവും വലിയ ടീമുകളെ തന്നെ പരാജയപ്പെടുത്തിയാണ് നമ്മൾ മുന്നേറിയത്. ബെൽജിയത്തെ പൊട്ടിച്ചു. അതിനുശേഷം ബ്രസീലിന് മുന്നിൽ വന്നു. ബ്രസീലുമായുള്ള കളിയിൽ ബ്രസീലിനെ തോൽപ്പിക്കാൻ വേണ്ടി അർജന്റീനക്കാർ നമ്മളോടൊപ്പം നിന്നു. ബ്രസീലിനെ പെനാൽറ്റി ഷൂട്ടൗട്ട് തോൽപ്പിച്ചു. അങ്ങനെ സെമിയിൽ വീണ്ടും അർജന്റീനയ്ക്ക് മുന്നിൽ. കഴിഞ്ഞ തവണ 3-0 നമ്മൾ തോൽപ്പിച്ചു വിട്ട അർജന്റീന അത് നൈസായിട്ട് തിരിച്ച് പകരം വീട്ടി. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു തോൽവിയായിരുന്നു. 2018 ഫൈനൽ തോൽവിയേക്കാൾ ഏറെ വിഷമം തോന്നിയത് 22 അർജന്റീനയ്ക്കെതിരെയുള്ള തോൽവിയാണ്. ആ തോൽവിക്ക് ഇപ്രാവശ്യം പകരം വീട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ടീമിന് കുറച്ച് താരങ്ങൾ വിരമിച്ചായിരുന്നു. മാൻസുക്കിച്ച് ആയാലും റാക്കിറ്റിച്ച് ആയാലും സുബാസിച്ച് ആയാലും പ്രധാനപ്പെട്ട കളിക്കാര് വിരമിച്ചു. അവരിൽ മാൻസുക്കിച്ചിന് പകരക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഗാർഡിയോൾ എന്ന് പറയുന്ന ഒരു മികച്ച യുവ താരത്തെ, പ്രതിരോധ നിരയിലെ ഒരു കാവലാളിനെ തന്നെ നമ്മൾക്ക് കണ്ടെത്തലായി. പക്ഷേ സെമിയിൽ ആ പ്രതിരോധ മെസ്സി തകർത്തു എന്നുള്ളത് വേറെ കാര്യം. എങ്കിലും 2022 നമുക്കൊരു 3ാം സ്ഥാനം. അടുത്തടുത്തുള്ള 2 ലോകകപ്പുകളിൽ നമ്മൾ മെഡൽ നേടുന്നു. 2018 ജേഴ്സി ഇല്ലാത്ത ഞാൻ 2022 ആയപ്പോൾ ഈ ജേഴ്സി വാങ്ങി. എൻ്റെ കൂട്ടുകാരനായ നിജു ആണ് ഈ ജേഴ്സി എനിക്കായിട്ട് എത്തിച്ചു തന്നത്. അവനോട് ഈ സമയത്ത് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ 2026 മറ്റൊരു ലോകകപ്പ് കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ക്രൊയേഷ്യയുടെ ജേഴ്സി ഞാൻ ആദ്യം തന്നെ സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം. കഴിഞ്ഞ തവണയൊക്കെ ജേഴ്സി അന്വേഷിച്ച് പല കടകളിൽ പോയപ്പോഴും ക്രൊയേഷ്യ എന്തെന്ന് പോലും 2018 ആർക്കും അറിയില്ല. 22 പോലും ക്രൊയേഷ്യൻ ജേഴ്സി എവിടെയും കിട്ടാനില്ലായിരുന്നു. ദൂര സ്ഥലങ്ങളിൽ പോയാണ് ജേഴ്സി വന്നത്. ഇപ്പോൾ 2026 ആയപ്പോഴത്തേക്ക് ക്രൊയേഷ്യൻ ജേഴ്സി പലയിടത്തും സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. കടകളിൽ ചെന്നപ്പോൾ തന്നെ ക്രൊയേഷ്യയാണോ, മോഡ്രിച്ചിന്റെ വേണോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ആ ഒരു മാറ്റം എനിക്ക് വളരെയധികം സന്തോഷം തന്നു. ഈ ജേഴ്സിയും ഇട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ പറയുകയാണ്, 2026 ലോകകപ്പ് ക്രൊയേഷ്യ നേടും. ലൂക്ക മോഡ്രിച്ച് എന്ന് പറയുന്ന ഇതിഹാസ താരത്തിന്റെ അവസാന ലോകകപ്പ് ആയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കിരീടത്തോടു കൂടി വിടവാങ്ങൽ നൽകാൻ
ക്രൊയേഷ്യൻ ടീം സജ്ജമാണ്. മാൻസുക്കിച്ചിന്റെ വിടവ് ഇപ്പോഴും ഒരു സ്ട്രൈക്കറുടെ പേരിൽ നമുക്കുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആണ്. പ്രതിരോധമായാലും മിഡ്ഫീൽഡ് ആയാലും വിങ്ങുകളായാലും അടിപൊളിയായിട്ട് നമ്മുടെ ടീം സെറ്റാണ്. പ്രായം അവരെ ഒന്നും തളർത്തിയിട്ടില്ല എന്നുള്ളതാണ്. പഴയ പടക്കുതിരകളെല്ലാം തന്നെ ടീമിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് പോസിറ്റീവായിട്ട് നൽകുന്ന കാര്യമാണ്. എങ്കിലും ഒരു ഫിനിഷർ, നല്ലൊരു ഫിനിഷറിന്റെ പോരായ്മ ഉണ്ട്. പക്ഷെ ആ ഫിനിഷിംഗ് നമ്മുടെ പ്രതിരോധ പൂട്ടുകൾ വഴി നമ്മൾ ആ ഫിനിഷിങ്ങിന്റെ പോരായ്മ മറികടക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കോച്ച് ഡാലിച്ചിന്റെ തന്ത്രങ്ങൾ, അദ്ദേഹം ഇത് 3ാം ലോകകപ്പാണ്. കഴിഞ്ഞ 2 തവണ മെഡൽ നേടിയ ടീം ഇപ്രാവശ്യം കിരീടം നേടി മുന്നിലെത്തും എന്നാണ് എൻ്റെ പ്രവചനം. പണ്ടത്തെ പോലെ നിങ്ങളാരും ഇപ്പൊ കളിയാക്കത്തില്ല, അതെനിക്കറിയാം. കാര്യം ക്രൊയേഷ്യ നിങ്ങൾ പേടിക്കണം. അപ്പൊ ഈ ലോകകപ്പ് നമ്മൾ നേടും. നമുക്ക് ക്രൊയേഷ്യൻ സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കമന്റ് ഇടാം.